ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കിഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുടെ കേൾക്കത്തിന് കിഴിയിലേക്ക് പോവാം. യെസ്, നല്ല രീതിയിൽ മാന്യമായി ഈ കിഴി അവസാനിപ്പിക്കാൻ നമ്മളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാം. അതിനർത്ഥം മിണ്ടാതിരിക്കണം എന്നുള്ളതല്ല. ഞാൻ വാ തുറന്നാലാണ് പ്രശ്നം. എനിക്ക് കുറച്ച് ദിവസത്തെ കിഴികൾ കാണുമ്പോൾ തോന്നുന്നുണ്ടോ? അതുകൊണ്ട് ഞാൻ മിണ്ടാണ്ടിരുന്നു. ഓക്കെ, നീയാണ് കാരണം. ഫസ്റ്റ് വൺ, മിഡ് നൈറ്റ് ഇൻ മുള്ളംകൊല്ലി. മുള്ളംകൊല്ലിയിലെ മിഡ് നൈറ്റ് സിനിമ തിയേറ്ററിലേക്ക് വരുന്നുണ്ട്. അതിൻ്റെ മുൻപ് അതിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ടുണ്ട്. സൈന പ്ലേയിൽ ട്രെയിലർ കണ്ടു. ഒരു കൊച്ചു സിനിമ, പ്രത്യേകിച്ചൊന്നും തോന്നിയിട്ടില്ല, പ്രതീക്ഷയൊന്നും തോന്നുന്നില്ല. കാരണം അങ്ങനത്തെ ഒരു തട്ടിക്കൂട്ട് സാധനമായിട്ടാണ് ഫീൽ ചെയ്തത്. സാധാ ചെറിയ സിനിമ. സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന അഖിൽ മാരാർ, സെറീന, അഭിഷേക്, അങ്ങനെ കുറെ പേരുണ്ട് കേട്ടോ. നമ്മുടെ ബിഗ് ബോസ് താരങ്ങൾ. ബാബു ജോൺ ആണ് സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ആൾ തന്നെയാണ് അതിൻ്റെ സ്ക്രിപ്റ്റ്. എന്തായാലും ഇത് കണ്ടപ്പോൾ അഖിൽ മാരാറിൻ്റെ ഫോട്ടോയും പിന്നെ മാധവ് സുരേഷിൻ്റെ ഫോട്ടോയും വെച്ചിട്ട് കുറച്ച് പോസ്റ്റുകൾ ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും തുല്യ ശക്തികളാണെന്ന് പറഞ്ഞിട്ട് അഭിനയത്തില്. അങ്ങനെ തോന്നിയില്ല കേട്ടോ. അത് അഖിൽ മാരാറിന് ഒരു ഓറയും ഒരു പ്രത്യേക ഒരു മാസ് അപ്പീലൊക്കെ ഫീൽ ചെയ്യുന്നു. ആൾക്ക് ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയ ആൾക്ക് ആളുടേതായ ഒരു സ്ക്രീൻ പ്രസൻസ് ഉണ്ട്, അതിലുണ്ട് അഖിൽ മാരാർക്ക്. പക്ഷെ സൂപ്പർ സ്റ്റാറിന് അതില്ലായിരുന്നു. ഇല്ലാത്ത സാധനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ സൂപ്പർ സ്റ്റാറാന്ന് പറയുന്ന പോലെ അല്ലല്ലോ ഇതിനകത്ത്. അത് തോന്നിയിട്ടില്ല, സത്യമായിട്ട് പറയാം. മാധവ് സുരേഷിന്റെ കാര്യമാണ് സൂപ്പർ സ്റ്റാർ ഉദ്ദേശിച്ചോ? അതറിയാലോ, എല്ലാവർക്കും അറിയാലോ സൂപ്പർ സ്റ്റാർ. ഞങ്ങൾക്കൊന്നും അറിയില്ല, അറിയില്ലായിരുന്നു. ഇതൊക്കെ അറിയാണ്ടാണ് അവിടെ ഇവിടെ വന്നിരിക്കുന്നത്. സൂപ്പർ സ്റ്റാർ മാധവ് സുരേഷ്. ഓക്കെ, എന്തായാലും അഖിൽ മാരാർ മോശമായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. അതിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ ആൾക്ക് കൊടുത്തിരിക്കുന്ന ആൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് വിശ്വാസം. ഗംഭീരമായിട്ട് നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു ഏറ്റവും മുൻപന്തിയിലുള്ള ഏറ്റവും മികച്ച ഡയറക്ടേഴ്സ് അല്ലേ, അവരുടെ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ ഇതിനേക്കാളും ബെറ്റർ ആയിട്ട് ചെയ്യും എന്ന് തോന്നി ഇത് കണ്ടപ്പോൾ. പിന്നെന്താണെന്നറിയോ, ആളൊരു ഡയറക്ടറാണ്. അതെ, അപ്പൊ അതിൻ്റെതായ ഗുണങ്ങൾ അത് ഉണ്ടെന്നുള്ളത് നമുക്ക് അഭിനയിക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്, ഫീൽ ചെയ്യുന്നുണ്ട്. അത് സത്യമായിട്ടുള്ള കോൺഫിഡൻസ് ഉണ്ട്. അതെ, നല്ല സ്ക്രീൻ പ്രസൻസ് ഉണ്ട്, പിന്നെ ഒരു ഓറുണ്ട്, ഒക്കെ ഉണ്ട്. പിന്നെ ചെറിയ ആക്ഷൻ സാധനങ്ങളിൽ അത് വലിയൊരു അത് മേക്കിങ്ങിന്റെ പ്രശ്നം ഉണ്ടാവും. അതിന്റെ ഒരു നിലവാരമില്ലായ്മ കാണാനുണ്ടായിരുന്നു സത്യമായിട്ടും. പറയുമ്പോൾ എല്ലാം പറഞ്ഞു പോകണല്ലോ. ട്രെയിലറിൽ കേട്ടോ ഭയങ്കര ഒരു ബോറായിട്ട് തോന്നിയായിരുന്നു. ബാക്കിയെല്ലാം കൊണ്ടും ഓക്കെ. മറ്റതുമായിട്ട് കമ്പയർ ചെയ്യരുത്. സൃന്ദ ഡയറക്ടറാകാൻ പോകുന്നു, സൗബിൻ നായകനാകുന്നു, ബെന്നി പി നായരമ്പലം സ്ക്രിപ്റ്റ്, ഓക്കെ, അൻവർ റഷീദ് പ്രൊഡക്ഷൻ, ഷൈജു ഖാലിദ് DOP. അപ്പം സൃന്ദ ഇനി ഡയറക്ഷനിലേക്ക് കൊള്ളാട്ടോ. അപ്പോൾ നല്ലൊരു ടീം വരികയാണ് അതിൽ ഡയറക്ടറായിട്ട്. നമുക്ക് നല്ലൊരു ഡയറക്ടർ കിട്ടട്ടെ. മലയാളത്തിൽ എപ്പോഴും ലേഡി ഡയറക്ടേഴ്സ് കുറവാണ്. അതെ അതെ, അത് നമുക്ക് തന്നെ അറിയാലോ. പക്ഷേ ഈ നോക്കി കഴിഞ്ഞാൽ എല്ലാവരും നല്ല സക്സസ് ആണ്. അത് ആളും സൃന്ദയും സക്സസ് ആവട്ടെ. അതെ, അപ്പോൾ എല്ലാവിധ ആശംസകളും. എല്ലാ സിനിമയിൽ അഭിനയിച്ച പരിചയവും എടുത്ത് അതെ അല്ല. പിന്നെ സൺ ഓഫ് സർദാർ 2 സിനിമയുടെ ഒഫീഷ്യൽ റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട്. ഓഗസ്റ്റ് 1 സിനിമ റിലീസിനെത്തും. ഓക്കെ, റിലീസ് ഡേറ്റ് ചെറുതായിട്ടൊന്ന് മാറ്റിയതായിരുന്നു. എന്തായാലും അജയ് ദേവ്ഗൺ, മൃണാൽ താക്കൂർ ഇവരൊക്കെ പ്രധാന വേഷത്തിലെത്തുന്ന ഒരു കോമഡി സിനിമയാണ്. എന്താവുന്നുള്ളത് കണ്ടറിയാം. ഫുൾ കോമഡി ആകുമെന്നുള്ളത് കണ്ടറിയാം. മൃണാൽ താക്കൂറിൻ്റെ ഒരു ഭംഗി. അടുത്തത് സൂപ്പറായിട്ടുണ്ട്. BRB കിച്ച സുദീപ നായകനാവുന്ന സിനിമയാണ്. ബില്ല റംഗ ഭാഷ, അതാണ് BRB. സിനിമയിലേക്ക് രുക്മിണി വസന്ത് പിന്നെ പൂജ ഹെഗ്ഡെ, ഇവർ രണ്ടിൽ ആരെങ്കിലും ഒരാളെ പരിഗണിക്കുന്നുണ്ട് കേട്ടോ. ചർച്ചകൾ നടക്കുന്നുണ്ട്. മോണിക്ക അവിടെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. പൂജ ആണെങ്കിൽ ഇപ്പൊ ട്രെൻഡാണ് പൂജ. എന്തായാലും മിക്കവാറും പൂജ തന്നെയായിരിക്കും. അടുത്തത് ത്രിവിക്രം അല്ലു അർജുൻ മൂവി. അല്ലു അർജുൻ മൂവി അല്ല, NTR മൂവി. ശരിയാണല്ലോ, അല്ലു അർജുൻ അല്ലല്ലോ. അങ്ങനെ ഒരു സിനിമ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, അല്ലു അർജുൻ ത്രിവിക്രം. പുഷ്പ കഴിഞ്ഞ ഉടനെ വരാൻ പോകുന്ന സിനിമയായിരുന്നു എന്ന് പറഞ്ഞ് നമ്മളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലേ. അത് പിന്നെ മാറ്റിയല്ലോ. അതെ, എന്തായാലും ത്രിവിക്രം NTR മൂവി സിനിമയുടെ ഒരു ബിഗ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതായത് സിനിമയുടെ പ്രൊഡ്യൂസർ നാഗുവംശി പറഞ്ഞതാണ്. അത് പറഞ്ഞിരിക്കുന്നത് ഇതാണ്: രാമായണ സിനിമയുടെ ഗ്ലിംസ് വന്നില്ലേ, അനൗൺസ്മെൻറ്റ്, അത് കണ്ടപ്പോൾ അതിൻ്റെ ക്വാളിറ്റി കണ്ടപ്പോൾ ഇതിനേക്കാളും ബെറ്ററായിട്ട് ചെയ്യണം, അതുകൊണ്ട് കുറച്ച് വെയിറ്റ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ,
വെയിറ്റ് ചെയ്യാം. അതിന് മുകളിലേക്കോ? 2 പാർട്ട് 4000 കോടിക്കായിരുന്നു. അപ്പൊ 6000 കോടി. 6000 കോടിക്ക് NTR വെച്ച് ത്രിവിക്രം എന്നിട്ട് മിത്തോളജി 60 കൊല്ലം കഴിയുമ്പോ ഇതിന്റെ ഫുൾ കളക്ഷൻ കിട്ടും. 6000 കോടി. മഹാഭാരതം തന്നെ രാമായണം തന്നെ. അതെ, 4000 കോടിക്ക് 2 പാർട്ട്. ഇത് തന്നെ കിട്ടുമെന്നുള്ള സംശയമാണ് നമ്മൾ പറയുന്നത്. അപ്പോഴാണ് അതിനേക്കാളിലും മികച്ചതെന്ന് പറഞ്ഞത്. ഇനി ബഡ്ജറ്റ് കുറച്ച് ഇതിനേക്കാളും മികച്ചതാണ് ആൾ ഉദ്ദേശിച്ചെന്ന് പറയാൻ പറ്റൂലല്ലോ. നടന്നു തന്നെ. പ്രത്യേകിച്ച് നാഗവംശി. നല്ല നാഗവംശിയല്ല, ഗുണ്ടൂർക്കാരുണ്ടല്ലോ. ഓ ധാരാളം. അടുത്തത് കിങ്ഡം. സാമ്രാജ്യ. യെസ്, ഹിന്ദി പോസ്റ്റർ വന്നിട്ടുണ്ട് കേട്ടോ. സാമ്രാജ്യന്റെ ജൂലൈ 31 സിനിമ റിലീസിനെത്തുന്നത്. ഗൗതം തിന്നാനൂരി ഡയറക്റ്റ് ചെയ്ത് വിജയ് ദേവാരകൊണ്ട നായകനാവുന്ന സിനിമ. ട്രെയിലർ വന്നിട്ടില്ലല്ലോ. അല്ലേ, അത് ഈ 27-നോ 28-നോ ഉണ്ടെന്നാണ് കേട്ടത്. വെയിറ്റിംഗ്. ഓക്കെ, ഈ 21-ാം തീയതി മോരം കൂടെ തുടങ്ങുകയാണ്. ഫുൾ അപ്ഡേറ്റ്സുകളാ. പിന്നെ റിലീസുകൾ ഒരുപാടുണ്ട്. ഓക്കെ, അടുത്തത് കിങ്. SRK. ആൾക്ക് ചെറുതായിട്ട് പരിക്ക് പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് കേൾക്കുന്നത്. അപ്പോൾ ഗെറ്റ് വെൽ സൂൺ. ഒരു മാസത്തേക്ക് റെസ്റ്റ് ഉണ്ട്. പിന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു ഇഞ്ചറി ആണെന്നുള്ള രീതിയിൽ പറയുന്നില്ല. പക്ഷേ എങ്കിലും 1 മാസം റെസ്റ്റ് എടുക്കേണ്ട ഒരു ഇഞ്ചറി ഉണ്ട്. ചെറിയ പൊട്ടോ ചതവോ. എന്തായാലും അമേരിക്കയിലേക്ക് പോകാൻ ആള് ചികിത്സക്ക് വേണ്ടിയതാണ് കേൾക്കുന്നത്. അപ്പോൾ പിന്നെ എന്തായാലും ഭയങ്കര സീരിയസ് അല്ലെങ്കിലും ചെറിയ ഫ്രാക്ചറുകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അടുത്തത് ലാലേട്ടൻ വിഷ്ണു ജി രാഘവ്. ആളൊരു കഥ ലാലേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്നാണ് കേട്ടോ കേൾക്കുന്നത്. അത് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ ചാൻസ് സുരേഷ് കുമാർ അല്ലെങ്കിൽ M രഞ്ജിത്ത്. രണ്ടുപേര് തുടരുമോ അല്ലേ? അല്ലെങ്കിലും തുടർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതെ, അതായത് ലാലേട്ടൻ്റെ കൂടെ പുതിയ ഡയറക്ടർ എന്നുള്ള രീതിയിൽ, അതായത് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ആൾ എന്നുള്ളതല്ല കേട്ടോ. ആൾ ഇതിന് മുൻപ് വാഷ് ചെയ്തിട്ടുണ്ട്. വാഷിയിലൂടെയാണ് ആൾ വന്നത്. പിന്നെ ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്നുള്ള വെബ് സീരീസ്, സൂപ്പർ വെബ് സീരീസ് ആണ്. 2-3 ഇത് ചെയ്തിട്ടുള്ള ആളാണല്ലോ. അപ്പം നല്ലൊരു കഥയാണെങ്കിൽ ചിലപ്പോൾ ലാലേട്ടൻ ഓക്കെ പറഞ്ഞേക്കാം. അതെ. അടുത്തത് ഇഡ്ഡലി കടൈ. ഓക്കെ, സിനിമയുടെ ഫസ്റ്റ് സിംഗിൾ വരാൻ പോകുന്നു നമ്മുടെ ധനുഷിൻ്റെ ബർത്ത്ഡേക്ക് 28-ാം തീയതി. ഓക്കെ, ഡി ഡേക്ക് ഫസ്റ്റ് സിംഗിൾ വരും. GVP ആണ് ഇതിൻ്റെ മ്യൂസിക്. സിനിമ സംവിധാനം ചെയ്യുന്നത് നമ്മുടെ ധനുഷ് തന്നെയാണ്. നിത്യാമേനോനാണ് നായിക. എൻ്റെ മനസ്സിൽ വേറൊരു കാര്യം ഇങ്ങനെ കിടക്കായിരുന്നടാ. ഇപ്പം ലാലേട്ടൻ്റെ അടുത്ത് കഥ പറഞ്ഞെന്ന് പറഞ്ഞില്ലേ, ഈ ലാലേട്ടൻ്റെ അടുത്തൊക്കെ കഥ പറയാൻ പോകുമ്പോൾ എന്തോരം എൻജാതി സ്ക്രിപ്റ്റ് വെറൈറ്റിയും കൊണ്ട് പോകേണ്ടി വരൂലേ. മൂപ്പരൊക്കെ ചെയ്യാത്ത സാധനം ഇല്ലല്ലോ. അതുമല്ല, മൂപ്പര് കേൾക്കാത്ത സാധനം ഉണ്ടാവുമല്ലോ ഇത്രയും കാലത്തിന്റെ ഇടയ്ക്ക്. അതിനകത്തുനിന്ന് ഒരു സാധനം സെലക്ട് ചെയ്ത് എടുക്കാന്ന് പറഞ്ഞാല് ലാലേട്ടൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ മമ്മൂക്കയുടെ മുമ്പിൽ പോയി കഥ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ഒരു കാര്യം പറഞ്ഞാലാ, ഞാൻ മുള്ളൂ. അത് ഏറ്റവും റിസ്ക് ഉള്ള പരിപാടി അതാ. മറ്റുള്ളവർക്കൊന്നും ചിലപ്പോൾ അങ്ങനത്തെ നമ്മൾ കൊണ്ടുപോണ സ്ക്രിപ്റ്റില് അങ്ങനത്തെ ഒരു ക്യാരക്ടർ അവര് ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവില്ല അവരുടെ ഇതില്. അപ്പൊ അവർക്കത് പുതിയതായിരിക്കും, അവർക്ക് അതിനകത്ത് ചെയ്യാനും ഉണ്ടാവും. പക്ഷെ ലാലേട്ടനെയും മമ്മൂക്കിനൊക്കെ മുന്നിൽ കൊണ്ടുപോയിട്ട് സ്ക്രിപ്റ്റ് പറഞ്ഞിട്ട് ഇതൊക്കെ സ്ക്രിപ്റ്റാണാടാ എന്ന് ചോദിക്കും ചിലപ്പോ. പിന്നെ മമ്മൂക്കയാണെങ്കിൽ ഉറപ്പായിട്ടും ചോദിക്കും. അതൊക്കെ പക്ഷെ അവരൊരിക്കലും ആ രീതിയിൽ, അതായത് ഇപ്പോൾ വളരെ മികച്ച, അതായത് ഇപ്പോൾ മെസ്സിൻ്റെ സ്വഭാവം കണ്ടിട്ടില്ലേ? അതൊരു സത്യം. മെസ്സിനെ കളി പഠിപ്പിക്കുന്നത്, അത് കോച്ച് പറഞ്ഞു കൊടുക്കുക, അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നത്. ശരിക്കും മെസ്സിക്ക് തിരിച്ചു ചോദിക്കുക, അതിന് നീ എന്താണ് ചെയ്തിട്ടുള്ളത്, നീ എത്ര ഉണ്ടോ എന്ന് ചോദിക്കാം. അതവർ ചോദിക്കൂല. ലാലേട്ടനും മമ്മൂക്കും അത് ചോദിക്കൂല. ഇതൊക്കെ എപ്പോഴാന്നറിയോ, പറഞ്ഞു കഴിഞ്ഞു പോയി കഴിഞ്ഞപ്പോ ഇതൊക്കെ ഒരു സ്ക്രിപ്റ്റ്, അങ്ങനെ അത് പിന്നെ എന്തായാലും സ്വാഭാവികമായിട്ട് പറയണല്ലോ. പക്ഷെ അവരെ മുമ്പിലിട്ട് ആൾക്കാരെ മുന്നിലിട്ട് കളിയാക്കുന്നല്ല ഞാൻ പറഞ്ഞത്. കാരണം അതായത് ഒരിക്കലും അവർ ഈ ഇത്രയും കാലം ഈ ഫീൽഡിൽ നിൽക്കൂല അങ്ങനെ ഉണ്ടെങ്കിൽ. അതൊരു സത്യം. കാരണം ഇതിന് ശേഷം അതായത് മോശം സ്ക്രിപ്റ്റ് അവർ കേൾക്കും, പിന്നെ നല്ലത് കേൾക്കുമ്പോൾ അവർ ഒരുമിച്ച് സിനിമ വരും. ഇവര് കേട്ട് ഒഴിവാക്കിയ സ്ക്രിപ്റ്റ് തന്നെ ഇവര് പിന്നീട് എപ്പോഴെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ. അത് മികച്ചതായിട്ട് തോന്നിയിട്ട് പോലും ഒരിക്കലും അവരങ്ങനെ കരുതൂല. കാരണം ഇപ്പൊ ദൃശ്യം നമുക്ക് വേണ്ടെന്ന് പറഞ്ഞ സിനിമ ലാലേട്ടൻ ചെയ്തു അത് ഇവിടെ ഏറ്റവും മികച്ച സിനിമയെ. സത്യം. ഇത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, ഇവരുടെ മുന്നിൽ പോയിട്ട് നമ്മൾ പറയാനേ അല്ലെങ്കിൽ എന്തും കൊണ്ട് പോകും എന്നാണ് ഞാൻ ആലോചിച്ചത്. ആ അതിശോക്തി, അതാണ് നീ പറഞ്ഞത്. അതെ, അതാ
എന്ത് സാധനം കൊണ്ട് പോവാനാ? അതെ, അതാണ് എല്ലാം എത്തിയിട്ടുണ്ട്. എല്ലാം എത്തി ഒന്നിലേ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർ ചെയ്യാതെ വിട്ടിട്ടുണ്ടാവും. അങ്ങനത്തെ കുറെ അവർ കേൾക്കാത്ത കഥകൾ ഉണ്ടാവില്ലല്ലോ, ജോണറുകളും ഉണ്ടാവില്ല. ഞാൻ പറയുന്നൊന്നും ആള് കേൾക്കാത്ത തന്നെയായിരിക്കും. അത് ശരി, അതിന് നീ ഇതിനു മുന്നേ മൂപ്പരോട് പറഞ്ഞിട്ടില്ലല്ലോ കേൾക്കാൻ. അടുത്തത് കില്ലർ. കില്ലർ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്, 2 വന്നിട്ടുണ്ട് കേട്ടോ. S.J. സൂര്യ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ്, ആള് തന്നെ നായകനായി എത്തുന്ന സിനിമയാണ്. ആളും ഗോകുലം മൂവീസും കൂടി ചേർന്ന് പ്രൊഡക്ഷൻ ചെയ്യുന്ന സിനിമയും കൂടിയാണ്. A.R. റഹ്മാനാണ് മ്യൂസിക്. വമ്പൻ സിനിമയായിട്ട് വരട്ടെ. കാലങ്ങൾക്ക് ശേഷം ആളുടെ സംവിധാനത്തിലൊരു സിനിമ അല്ലേ? സത്യം. അടുത്തത് വാർ 2 സിനിമയുടെ ഒഫീഷ്യൽ ട്രailer. ഇതിൻ്റെ സെൻസറിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സിനിമ റിലീസിനെത്തുന്നത് ഓഗസ്റ്റ് 14 അപ്പോൾ സിനിമയുടെ ഒഫീഷ്യൽ ട്രailer വരാൻ സാധ്യത 23 കേട്ടോ. 2 മിനിറ്റും 39 സെക്കൻഡും കേട്ടോ ഡ്യൂറേഷൻ. അതാ ഞങ്ങൾ കുറച്ച് മുന്നേ പറഞ്ഞത്, നാളെ മുതൽ തുടങ്ങുകയാണ് ഈ ആഴ്ചത്തെ ഈ മാസത്തെ ആഘോഷം, പിന്നെ അങ്ങോട്ട് ഓണാഘോഷം. നിങ്ങൾ അതായത് ഹൃത്തിക് റോഷൻ്റെ ഫാൻസ് ആണെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഹൃത്തിക് റോഷൻ്റെ ബർത്ത്ഡേക്ക് നിങ്ങൾ മാഷപ്പ് വീഡിയോ റിയാക്ഷൻ ചെയ്യാതിരുന്നത് എന്നൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കള്ളം പറയുന്നതാണ്. എന്താ ഹൃത്തിക് റോഷൻ്റെ ഫാൻസ് ആണെന്ന്? നമ്മൾ സാധാരണ അതായത് നമ്മളെല്ലാവരും ഫാൻസ് ആണെന്നാണല്ലോ പറയാറുള്ളത്. ഞങ്ങൾ സ്പെഷ്യലായിട്ട് എടുത്തു പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ അല്ലു അർജുൻ, ഹൃത്തിക് റോഷൻ, ഇത്രയല്ലേ ഉള്ളൂ. തെലുങ്കിൽ നമ്മൾ അല്ലു അർജുനെ ഇഷ്ടപ്പെടുന്നു, ഹിന്ദിയിൽ ഹൃത്തിക് റോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ മാഷപ്പ് ചെയ്യണമെന്നുണ്ടോ? നമ്മൾ ആ ആളുടെ ഫാനാണെന്ന് കാണിക്കുക. അല്ലെങ്കിലും ഞങ്ങൾ മാഷപ്പ് ചെയ്ത് നിർത്തിയതാണ്. അതിന് ഒരുപാട് കാരണങ്ങൾ, കോപ്പിറൈറ്റ് വൻ പ്രശ്നങ്ങളാ. എത്ര സോങ് ആണെന്നൊക്കെ ഓരോ ഇതില് ഒരു 8 മിനിറ്റിന്റെ വീഡിയോ ഉണ്ടെങ്കിൽ 15 സോങ്ങാ. ഇപ്പൊ ഈ അടുത്ത് 6 നമ്മള് വിജയിന്റെ ബർത്ത്ഡേ ഞങ്ങളെങ്ങനെ നോക്കിയിട്ടും ഒരു മാഷപ്പ് നോക്കിയിട്ടും പറ്റുന്നില്ല. 8 സോങ് ഒക്കെയാണ് ഒരു മാഷപ്പില്. ഇതൊക്കെ എങ്ങനെ ചെയ്യാ? പണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്, അന്ന് അവര് അതുമല്ല അവര് ചെയ്തിട്ടുള്ളത് കോപ്പിറൈറ്റ് ഇല്ലാത്ത രീതിയിലായിരുന്നു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളത് നമ്മൾ മാക്സിമം ഒന്ന് നോക്കും. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോ. അതായത് മാഷപ്പ് വീഡിയോസ് ഒക്കെ ഇപ്പൊ പുതിയതായിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നില്ല, ചെയ്യുന്നതൊക്കെ ഫുൾ കോപ്പിറൈറ്റ് ഉള്ളതാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ പ്രത്യേകിച്ച് ഞങ്ങളിപ്പോ ആരുടെയും അങ്ങനെ ചെയ്യാറില്ല. കാരണം കിഴിയിൽ പറയും സ്പെഷ്യൽ ബർത്ത്ഡേ സ്പെഷ്യൽ. കാരണം എന്താ, കുറേ ഉണ്ടായിരുന്നു. നമ്മൾ തുടക്കത്തിൽ ഇത് കുറേ ചെയ്യാനുണ്ടാവും, കാരണം അത്രത്തോളം മാഷപ്പ് വീഡിയോസ് ഉണ്ട്. സത്യം. ഇപ്പൊ എല്ലാം ചെയ്ത് കഴിഞ്ഞ് വെറുതെ എടുത്ത് നോക്കി ചെയ്ത് തന്നെ വീണ്ടും ചെയ്ത് നമ്മുടെ വീഡിയോയില് ടോട്ടൽ എത്രയാ 3000 2800 എത്ര വീഡിയോസ് ആണ്. ഇതിനകത്ത് തന്നെ എടുത്തിട്ട് കൊണ്ടുവരേണ്ടി വരും ഇനി മാഷപ്പ് ചെയ്യണമെങ്കിൽ. അത് കോപ്പിറൈറ്റ് ഇല്ലാത്തത് എടുത്ത് ചെയ്യണമെങ്കിൽ. എന്താണെങ്കിലും അടുത്ത കിഴി AK-64 ആദിക് രവിചന്ദ്രൻ തന്നെ കൺഫേം ആക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് AK-64 ആണ്. നവംബറിൽ സിനിമയുടെ ഷൂട്ട് തുടങ്ങും. ഓക്കെ, നവംബർ എന്നായിരുന്നു? 25 അങ്ങനെ പറയുന്നത്. നവംബർ 25 എന്നാണ് പറയുന്നത്. നോക്കാം. അതെ, ആൾക്ക് ഭയങ്കര സന്തോഷം, ആള് വീണ്ടും ചെയ്യുന്നതിൽ കേട്ടോ. രണ്ടാമതും കിട്ടിയതല്ലേ? അതെ, അത് ഇങ്ങനത്തെ സിനിമ കൊടുത്തിട്ടു ഭാഗ്യവാൻ. എനിക്ക് പ്രതീക്ഷയല്ല, ഞാൻ AK-64 വെയിറ്റ് ചെയ്യുന്നില്ല. അതിന് അജിത്തിന് അത് ഭയങ്കര ഇതാണേ, 200 കോടിന്റെ മുകളിൽ കളക്റ്റും ചെയ്തു, വൻ വിജയമായില്ലേ മാഷപ്പ്. ശരിയാ, ഇപ്പൊ മാഷപ്പ് യൂട്യൂബിലില്ല, ഇപ്പൊ സിനിമയായിട്ട് മാഷപ്പ് വന്നോണ്ടിരിക്കുകയാണ്. 2.5 മണിക്കൂർ മാഷപ്പ്. അടുത്തത് വിഷ്ണു മഞ്ജുവിന്റെ ഒരു വലിയ സ്വപ്നം, അതായത് രാമായണ ആളും കൂടി ചെയ്യാൻ പോകുന്നുണ്ട്. ആളുടെ വേർഷനിൽ ആള് ഒരു സ്വപ്നം കഴിഞ്ഞില്ലായിരുന്നു. ഒരു സ്വപ്നമാണ് കണ്ണപ്പ. ഇനി അടുത്ത സ്വപ്നം അതിലൂടെ മുമ്പ് കഴിഞ്ഞു. ഞാനതാ വിചാരിച്ചു. അപ്പൊ ഒരു സ്വപ്നമല്ല, നമ്മളിപ്പോ വലിയൊരു സ്വപ്നം നമ്മൾ കാണുന്നു. ആ സ്വപ്നം കഴിഞ്ഞു, തീർത്ത് വീണ്ടും സ്വപ്നം കാണുന്നു. അത് ശരിയാ. ഓക്കെ, രാമായണത്തിൽ ആളുടെ കാസ്റ്റിംഗ് സാധ്യത ഉള്ളത് പറയുന്നുണ്ട് കേട്ടോ. അതായത് രാമനായിട്ട് നമ്മുടെ സൂര്യ, നല്ല സ്വപ്നം അല്ലേ? സ്വപ്നങ്ങൾ അല്ല, സ്വപ്നം എന്ന് പറയുന്നത് എന്തുകൊണ്ടാ നടക്കാത്ത കാര്യങ്ങളാണ്. കാരണം കണ്ണപ്പ സിനിമ ഉണ്ടാക്കുക എന്നുള്ളതല്ലായിരുന്നു സ്വപ്നം. വൻ കളക്ഷൻ ആയിരിക്കും, ബാഹുബലിന്റെ മുകളിലായിരിക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. അതൊക്കെയാണ് സ്വപ്നം. അതാ പറഞ്ഞേ, അതൊക്കെയായിരുന്നു സ്വപ്നങ്ങൾ. അതൊന്നും നടന്നില്ല, നടക്കാത്തതാണല്ലോ സ്വപ്നം. പിന്നെ ഏറ്റവും അടിപൊളി സ്വപ്നം ഉണ്ടായിരുന്നു, തുടരും സിനിമയേക്കാൾ ഒരു രൂപ കൂടുതൽ നേടണമെന്ന് കളക്ഷൻ കേരളത്തില്. ആ കിട്ടിയ 1 രൂപ
ഇപ്പോൾ ആലിയ ഭട്ടാണെങ്കിൽ നമ്മള് കൊടുത്ത പൈസ. ആലിയ ഭട്ടാണെങ്കിൽ സീതയായിട്ട് പരിഗണിക്കുന്നത്. ലക്ഷ്മണനായിട്ട് എൻ കല്യാൺ റാം, മോഹൻ ബാബു രാവണ. മോഹൻ ബാബുവിനായിട്ട് വിട്ടിട്ടുള്ള പരിപാടിയില്ല കേട്ടോ. വിഷ്ണു മഞ്ജു, യെസ്, വിഷ്ണു മഞ്ജു ഇതിൽ ഹനുമാനായിട്ട് വരാനാണ് ഉദ്ദേശിച്ചുള്ളത് കേട്ടോ. ഹനുമാൻ്റെ കാര്യത്തിൽ തീരുമാനമായി. വിഷ്ണു മഞ്ജു കണ്ടവർക്ക് അറിയാം ആളുടെ അഭിനയം, മുഖത്ത് വരുന്ന ഭാവം. അല്ല, ഇത് ഭാവം വരണ്ടല്ലോ. ഹനുമാന്റെ മുഖത്ത് മുഖം ഇങ്ങനെ നമ്മളെ സാധാരണ ഇങ്ങനെ കൂട്ടി വെച്ച് കണ്ണിലല്ലേ എക്സ്പ്രഷൻസും ചെയ്തികൾ മതി. ആ സാധനം കിട്ടിയാൽ മതിയല്ലോ, അത് കിട്ടും. ഓക്കെ. പിന്നെ കാർത്തി ഉണ്ട് കേട്ടോ. ഇന്ദ്രജിത്ത്. കാർത്തിയോ? സൂര്യൻ്റെ അനിയന്. ഈ സിനിമ നടന്ന തന്നെ. എന്ത്? അല്ല, ഒന്നുമില്ല. സത്യരാജ് ഉണ്ട്. സത്യരാജും ഉണ്ട്. ജഡായു ആയിട്ട്. എങ്ങനെയുണ്ട്? കൊള്ളാം, ഗംഭീരം, പെർഫെക്റ്റ്. അടുത്തത് എടുക്ക്. കിഴി എടുക്കണല്ലോ അല്ലേ? ഞാൻ തന്നെയാണല്ലേ. ഞാൻ മറ്റേത് തരിച്ചിരിക്കുന്നു കേട്ടോ, ആ രാമായണയില്. പോട്ടെ. അല്ല, ഞാൻ തന്നെ കെട്ടിവെച്ച് കെട്ടാണേ, അതുകൊണ്ട് നോക്കി അഴിക്കണ്ടേ. ഐ ആം ഗെയിം സിനിമയുടെ ഒരു ലൊക്കേഷൻ സ്റ്റിൽ വന്നിട്ടുണ്ട്. ടീമിൻ്റെ സ്റ്റിലാണത്. ഓക്കെ. എന്തായാലും കൊച്ചി ഷെഡ്യൂളിൽ നമ്മുടെ ദുൽഖർ ജോയിൻ ചെയ്യുന്നുള്ളതാണ് കേൾക്കുന്നത്. ഓഗസ്റ്റിൽ. നമ്മൾ ഓഗസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം അവരും. അടുത്തത് ഒറ്റക്കൊമ്പൻ. ഒറ്റക്കൊമ്പൻ സിനിമയുടെ 85ാമത്തെ ദിവസം ഷൂട്ടിൻ്റെ ഒരു സ്റ്റില്ല്. ലൊക്കേഷൻ അല്ലേ? യെസ്. ഇനി എത്ര ദിവസം കൂടി ഉണ്ടാവും അല്ലേ ഒറ്റക്കൊമ്പൻ? ഒറ്റക്കൊമ്പൻ കുറച്ചും കൂടി ഉണ്ടാവും. വലിയ സിനിമയല്ലേ? ശരിയാണ്, വലിയ സിനിമയാണ് ശരിക്കും. മാത്യു തോമസ് സംവിധാനം ചെയ്ത് സുരേഷ് ഗോപി നായകനാവുന്ന സിനിമയാണ്. ജലദോഷമാണ് കേട്ടോ, അതുകൊണ്ടാണ്. എന്തായാലും പോവാണ്. കിട്ടുമോ? നീ എനിക്ക് തന്നത് തന്നെ, എന്നിട്ട് നിനക്ക് കിട്ടുമോ? എനിക്ക് വന്നിട്ട് 2 മാസത്തിന് മുകളിലായി. പക്ഷെ ഇവന് 1 മാസത്തിൽ 4 തവണയായി. എന്നിട്ട് ഞാനാണ് കൊടുത്തതെന്ന് അവൻ പറയുന്നത്. എങ്ങനെയുണ്ട് അതിന്റെ ലോജിക്ക്? പൊടി അലർജിയാണേ. എന്നും ഈ കിഴി തുറപ്പിക്കും, ഇതിനകത്ത് നിറച്ച് പൊടിയാ. അങ്ങനെ തന്നതാണ്? അതല്ലേ പറയുന്നത്. ഞാൻ നിന്റെ അടുത്തുനിന്ന് മേടിച്ചു എന്നല്ല പറഞ്ഞത്, നീ തന്നതാണോ? അപ്പൊ പോട്ടെ, ബൈ.